ഹലോ ഗായ്സ്, നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ കേക്ക് ഇല്ലാതെ ഞങ്ങള് 12 മണിക്ക് മെഴുകുതിരി കത്തിച്ച്. കേക്ക് ഉണ്ട്, ഇതിന്റെ അടിയിൽ കേക്കാ, അത് ക്യാമറ കാണൂല. അയ്യോ എന്താണ് ഹലോ ഗായ്സ്, ഇന്ന് പൊന്നമ്മന്റെ പിറന്നാളാണ് ഗായ്സ്. ഞങ്ങൾക്ക് അത് നിനക്ക് പിങ്ക് അല്ല ഇഷ്ടം? അതുപോലെ കട്ട് ചെയ്യട്ടെ. ഓക്കെ, അതാരാ വിളിക്കുന്നേ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു പൊന്നമ്മ. ആർക്കും ആദ്യം കൊടുത്തോ? ഇച്ചി കഴിച്ചോ? അതാ നമ്മളാ ഈ കൊടുത്തോ? അതിലൊക്കെ വലിയ കഷ്ണം വേണം. അങ്ങനെ നമ്മൾ ആഘോഷം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. പൊന്നമ്മ ശരിക്കും ഞെട്ടിയോ? ഞാൻ ശരിക്കും ഞെട്ടി. ഞാനിങ്ങനെ കേക്ക് ഉണ്ടോന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊരു പീസ് കൊടുക്കും. അതാ കൊടുത്തു. എനിക്ക് അങ്ങനെ അയ്യോ അങ്ങനെ നമ്മളെ കേക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല ഗൈസ്. അല്ല പൊന്നമ്മ അതും കൂടെ നോക്ക്. എടോ തിന്ന തിരക്കില്ല. അങ്ങനെയല്ല കഴിഞ്ഞു. Happy birthday to you, happy birthday to you, happy birthday to പൊന്നമ്മ. അങ്ങനെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് ഇറക്കാനും അല്ല, ഞങ്ങളുടെ അടുത്ത ആദ്യം ചെറിയ പൊതി പൊതിക്കാം. തേങ്ങ പൊളിക്കുന്നല്ലോ, തേങ്ങ വലിച്ചു കവറൊക്കെ കേടാക്കി. മാലയാ എനിക്കറിയാം. ആരും നോക്കട്ടെ, ആർക്കും തരില്ല. തരില്ല. ഇവിടെ ഒരാൾ ഇടാൻ തന്നപ്പോഴത്തേക്കോ ചാമ്പിക്കൊണ്ടേ ടീംസ് ഉണ്ട്. എനിക്ക് തന്നതാരി എന്തൊക്കെ കേൾക്കണം. കേക്കുണ്ടോ വല്ലതും? ഹലോ, കേക്കുന്നുണ്ടോ? കേക്കാമോ? കേക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പൊളിക്കുന്നത്. കാരണം ഇതിൽ എന്താന്ന് എനിക്കറിയില്ല. പാവക്കുട്ടി. പാവക്കുട്ടിയോ? അല്ല, മറ്റേത് എന്താ? ഇത് തുറക്കുമ്പോ വേറെ പാവ. അതാണത്. തല നല്ലത്. ഇതിന്റെ ചെവി അത് പൊട്ടേ. ഇതിങ്ങനെ അടക്കി. ഓ സീന്. രണ്ട് ചെവി ഉണ്ടാവുക. പൊന്നമ്മയ്ക്ക് ഇഷ്ടമായി. പൊന്നമ്മയുടെ വിശാല മനസ്സുകള് കാണണം. പൊന്നമ്മേന്റെ മുഖം നോക്കുക. വലിയ മനസ്സിനോട് ഇതെങ്ങനെ ഇയർന്ന് തുറക്കുമ്പോ വേറൊരു സാധനം വരുന്നത് ഞാൻ അതൊന്നും എവിടെ കണ്ടില്ലയോ. അടിപൊളി ഗിഫ്റ്റ്. സത്യം. അപ്പത്തേക്ക് അതിനെ എടുത്തുവെച്ചോ? അല്ലെങ്കിൽ പിന്നെ ശരിയാവൂല. ഗൈസ് ഇവക്ക് ഒടുക്കത്തെ പേടിയാണ് ഗൈസ്. അതെ, ഇവരെ ഈ തള്ളക്ക് ഇങ്ങനെ പാവയ്ക്ക് ഇത് ഭയങ്കര സെറ്റ്. അമ്മ ഇത് കണ്ടിട്ട് എന്തോ തുണിയാണെന്ന് പറഞ്ഞിനി. ഞാനും ഡ്രസ്സാന്ന് വിചാരിച്ച ടോപ്പിട്ടാണ്. എന്നോട് ഡ്രസ്സല്ലാന്ന് പറഞ്ഞിനി. എനിക്ക് പക്ഷെ നല്ല രസം കിട്ടോ. സ്ട്രോബെറിയാ. ഇത് സ്ട്രോബെറിയാ. മറ്റേ മേക്കപ്പ് ഒക്കെ സാധനങ്ങളൊക്കെ ഇടുന്ന പൗച്ചാണ്.
സെറ്റായി. എന്താണ് പൊന്നമ്മക്ക് പറയാനുള്ളത്? എന്താ പൊന്നമ്മ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പ്ലസ് വിത്ത് അയ്യോ ഹാർട്ട് താങ്ക് യു. ഓ മൊത്തം കണ്ടേഞ്ഞു ഓളത് കഴിഞ്ഞു. ഇപ്പൊ റൂമില് അച്ഛന്റെ റൂമില് ഞാൻ നേരത്തെ ഇവിടെ കിടക്കുമ്പോ വിചാരിച്ചത് ആ കട്ടിന്റെ അടിയിലൊന്ന് തല ടോക്കാന്ന്. എന്താണിത്? ഇതെന്താണ് എടി? ഇത്രയൊന്നും സാധനങ്ങൾ ആവശ്യമില്ല. ഇതെന്റേതായിരിക്കൂലേ? ആ ക്യാരറ്റിന്റെ കിട്ടോ? ഇഷ്ടായോ? എനിക്കിഷ്ടായി. എനിക്ക് ലൂസല്ലേ ഗൈസ്? ഒരു സാധനം വാങ്ങി തന്നാണ് എന്താ കഴിച്ചു ഇങ്ങനെ തളവൈബിനെ ഒരു മാറ്റമില്ലാതെ അങ്ങനെ പോവാണ്. അടുത്ത മഞ്ച് ഇല്ല. ഞങ്ങളിത് വാങ്ങുമ്പോ തന്നെ ഞങ്ങൾ എന്താ പ്ലാനറ്റ് അറിയോ? നല്ലത് വാങ്ങാം, നമുക്കൊക്കെ യൂസ് ചെയ്യാനല്ലേ. അടുത്ത ഗിഫ്റ്റ് പൊളിക്കട്ടെ. ഇത് ദേവുട്ടീന്റെ കേട്ടോ. അയ്യവാ വെള്ളല്ലേ? വെള്ളയാണെങ്കിൽ എന്തായാലും നല്ലത്. ഇത് ഞാൻ എവിടെയോ ഇതേപോലത്തെ ഒന്ന് എനിക്ക് അയച്ചു തന്നിട്ടേനി. ഞാൻ പിറന്നാളിനൊപ്പം ഉണ്ടാക്കിയത്. ഇന്നിപ്പോ ഗൈസ് കാണിച്ചു. എന്ത് കഷ്ട ഗൈസ്. ഇവളെ പിറന്നാളിന് ഞാൻ മനസ്സിൽ കണ്ട ഇതാ. അമ്മ സത്യോ ഞാൻ മനസ്സിൽ കണ്ട ഇത് കൊടുക്കണതാ. അല്ല ആ സാധനം ഞാൻ മണ്ടിയാണോ? ഞാൻ അത് കാണിച്ചു തന്നത് എന്നിട്ട് അത് തന്നെ തരാൻ. അല്ല ഞാൻ ഇതാണ് മനസ്സിൽ കണ്ടത്. ഈ മണ്ടിയാണ്. ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. കാണിച്ചു കൊടുക്കും തല. ഇതിൽ എന്തൊക്കെയാ പഞ്ഞിക്കൊക്കെ ടവല്? ഇതാരാ സെലക്ട് ചെയ്ത്? സെലക്ട് ചെയ്തതാ? അതാ ഇതാ 25 റുപ്യേന്റെ പിടിയല്ലേ നമ്മളെ. ഇത് ഈ കിഴി കണ്ടാ അറിയാം ഇവളാണ്. അടുത്ത ചുരുട്ടി കൂട്ടി വെച്ചിക്കണം. അത് പൊന്തിരിക്കാൻ വെച്ചതാ. എന്തായാലും കൊള്ളാം. അയ്യോ ഡ്രസ് നാളത്തെ കോടി കൂടെ അന്ന് ടൗണിൽ പോയത് ഇതിനായിരുന്ന. അതൊക്കെ കൊണ്ട് ഒരു ജീൻസ് അത് നല്ലത്. ഞാൻ ആവശ്യമുണ്ടാവും. ശരിയാ. എത്രയാ സൈസ്? ഞാൻ നാളെ കാണുന്നു. ഇതാരെഴുതിയതാ? ഈ എഴുതി ഉണ്ടാക്കിയതാ? ഇത് മൊത്തം ഇംഗ്ലീഷാ. ഇങ്ങനെ അയച്ചു കൊടുത്താ? അങ്ങനെ നമ്മൾ ശിവ ടെമ്പിളിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ശിവ ടെമ്പിൾ അല്ല വാ, വെയിലത്തേക്ക് വാ. ഇവിടെയാ വെളിച്ചം. എൻ്റെ ബർത്ത്ഡേ ആണ്. യെസ്, ഞങ്ങൾ ഫോട്ടോഷൂട്ട് എടുക്കാൻ വന്നതാ ഗൈസ്. ഗ്രീൻ വേൾഡ് തന്നെ, പിന്നെയും ഗ്രീൻ വേൾഡ്. അതെ, ഫോട്ടോഷൂട്ടിന് മെയിൻ താരം ഇവിടെ നിൽക്കുന്നുണ്ട് ഞാൻ. ഹായ് ഗായ്സ്, ഹലോ ഗായ്സ്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്താ
എന്താ എന്റെ പെരുന്നാളാണ്. ഞാൻ പറയേനു എല്ലാം അങ്ങോട്ട് പോയി പറഞ്ഞോ. പൊന്നമ്മേന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഞങ്ങൾ ഇവിടെ കേക്കൊക്കെ മുറിക്കുന്നു തോന്നുന്നു. ഞങ്ങൾ ഫോട്ടോഷൂട്ട് എടുക്കാൻ വന്നതാണ് ഗൈസ്. ഒരു വെറൈറ്റി. ഹലോ ഹായ് ഗായ്സ്. നല്ല വെയിലാണ് ഗൈസ്. എന്തെങ്കിലും വെള്ളം വാങ്ങി കുടിക്കട്ടെ ഗായ്സ്. ഹായ് ഗായ്സ്, ഇതാണ് ഹരിത്തേട്ടൻ. ഹരിത്തേട്ടാ ദാ പറഞ്ഞോ. എത്തി, ഞങ്ങള് കണ്ടുമുട്ടി ഗായ്സ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആരതിനെ കാണാൻ നല്ല രസല്ലേ ഗൈസ്? നോക്ക് കാണിക്കാം. ഹലോ ഗൈസ്, നമ്മളപ്പം ആരതിനെ അതിനെ കണ്ടു കിട്ടിയിരിക്കുന്നു. പൊന്നമ്മേന്റെ 24ാമത്തെ പിറന്നാളാണ് ആഘോഷിക്കാൻ പോകുന്ന ഗൈസ്. അങ്ങനെ പൊന്നന്റെ കല്യാണാണ് നെക്സ്റ്റ് ഇയർ. ഇല്ല. ഇവിടെ ഇങ്ങനെ എന്തൊരു ഫോട്ടോ എടുക്കാം. എന്റെ ബർത്ത്ഡേ ആയിട്ട് എന്താ പറയാ? എനിക്ക് നല്ല ഇഷ്ടമായി. പറ. എന്റെ ബർത്ത്ഡേ ആയിട്ട് പറയാനുള്ളത് അടുത്ത കൊല്ലം ഒരു കല്യാണം കഴിക്കണം. ഇവർക്ക് 25 വയസ്സുണ്ട്. കണ്ടാ പറയില്ലാന്നേ ഉള്ളൂ. പ്രായല്ലേ? മൂത്ത് നിറച്ച പൊന്നമ്മയ്ക്ക് മാത്രം 2 കൊല്ലോ. ഞങ്ങൾ കോവളം ബീച്ചിലെത്തിയിരിക്കുന്നു. അതങ്ങോട്ട് നേരെ ഇട്ടാ മതി, നൂർത്തിയാ മതി. അങ്ങനെ തന്നെ മുണ്ടാണ് കഴിച്ചു. അവിടേക്ക് ചെല്ലു. സർപ്രൈസ് ആവണം. ഞാൻ അഭിനയിക്കുന്നത് അത് വീഡിയോ എടുക്കണേ. ഞങ്ങള് ഫോട്ടോഷൂട്ടിൽ അലിഞ്ഞിരിക്കുന്ന പൊന്നമ്മ വിത്താരതി. എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നത്? ഫോട്ടോ എടുക്കുന്ന ക്യാമറമാൻ പ്രണവ്, ഏട്ടനിപ്പോൾ ആരതി, റബിന, സിപ്പി. അതിൻ്റെ ആവശ്യമില്ലേ ഇനി? അതിൻ്റെ ആവശ്യം അവിടെ ഇല്ലേ ഇനി? ഇതൊന്നും കണ്ട് സഹിക്കാനാവാതെ കൂടെ നമ്മൾ ബ്രഹ്മാവും നമ്മോട് തലകളും. ആക്ഷൻ, ക്യാമറ ആക്ഷൻ. ഫോട്ടോ കിട്ടൂല. കുഴപ്പമില്ല, വീഡിയോയിൽ കിട്ടുന്നുണ്ട്. കുറച്ചാൾക്കാർ അങ്ങോട്ട് നോക്കി, കുറച്ചാൾക്കാർ ഇങ്ങോട്ട് നോക്കി. ഞാൻ പറഞ്ഞുതരാം. ഗൈസ് എന്തേലും പറയാണ്ടോ? നിനക്കെന്തോ പറയാണ്ടോ? പൊളി വൈബ്. പൊളി വൈബ്. എല്ലാരും ഉണ്ട്, ആരെയും കുറവില്ല. കുറവുണ്ട്. ഷാരി പേട്ടനില്ല. അല്ല വേറെ ആരെങ്കിലും ചിന്തിക്ക്. ഒന്നൊന്നല്ല, എത്ര കുറവുണ്ട്. 2024 ചില ആൾക്കാരെ
ഞാൻ ഒന്നും പറയുന്നില്ല, ഇതിനൊന്നും എനിക്കൊന്നും പറയാനില്ല. ഡ്രസ് ഇതൊക്കെയാണോ ഗൈസ്? നമ്മളിതാ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണാടി വെച്ച മനുഷ്യന്റെ ഗൈസ് ഇവിടെ കാണാൻ അല്ല നിങ്ങളെ വ്ളോഗാണ്, ഇവിടെ നിങ്ങളെ വ്ളോഗിനുള്ളതാണ്. എന്ത് ഇതാക്കാൻ പോവാണ്? വെള്ളം കാണാത്തതിന്റെ സന്തോഷം കണ്ടിട്ട് കുട്ടിക്ക് പിടി പിടിക്ക പിടിക്ക. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവാണ്. ആരതി ആതിരേനെയും ടൗണിൽ ഇറക്കണം. ദേവ് ഒന്നുകൂടെ ചോദിച്ചു നോക്ക്. ആണോ? ആരെ പണിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന പണിക്കൊക്കെ ജോയിൻ ചെയ്താൽ പിന്നെ ഒഴിവുണ്ടാവില്ല. പറഞ്ഞു ഗൈസ്. ഹായ് ഗൈസ്. അങ്ങനെ ഇന്നത്തെ ഡേ കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഡേ കഴിച്ച് ഞങ്ങളെല്ലാവരും മറ്റേ വീഡിയോന്റെ ലാസ്റ്റ് ആക്കാം. സമയം 3 മണിയായി. 3 മണിയായി ഞങ്ങൾക്ക്. ഞങ്ങളിപ്പോൾ വേറെ ഒറ്റമതി ഞങ്ങൾ ചാവിക്കാൻ പോയേക്കും. അതെ അതെ അതെ. ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ഗൈസ്. ഞങ്ങളെല്ലാരും കൂടെ ഉള്ള സ്ഥലത്ത് ഉറങ്ങി. ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ബൈ. ടാറ്റാ. ബൈ.